Welcome you all to this video. In this video, we are going to discuss about the term free consent, which is one of the most important element of a contract. First of all, I would like to familiarize you with the definition of consent, which is given under Section 13 of Indian Contract Act, which is defined as two or more persons are said to consent when they are agree upon the same thing in the same sense. Actually, we learned this term in our first video. We know that when there is no consent, there is no contract at all. And the said consent should be real and free. The term free consent is also defined in our Contract Act, which is defined under Section 14, which is defined as the consent is said to be free when it is not caused by coercion, or undue influence, or fraud, or misrepresentation, or mistake. In this video, we are going to discuss about the first three terms: coercion, undue influence, and fraud. And the remaining two items will be discussed in our next video. Anyway, let us understand the term coercion. It is defined under Section 15 of our Act, which defines coercion as coercion is committing or threatening to commit any act forbidden by Indian Penal Code, or the unlawful detaining or threatening to detain any property belonging to a person with the intention of causing any person to enter into an agreement. ഒരു വ്യക്തിയെ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടി തടഞ്ഞു വെക്കുകയോ പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന ആക്റ്റാണ് കൊയേഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കൊയേഷൻ. കൊയേഷൻ്റെ ഈ ഫീച്ചേഴ്സ് നമുക്കതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. ദ ഫസ്റ്റ് വൺ ഈസ് കമ്മിറ്റിംഗ് ഓർ ത്രെട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിൽ നിരോധിക്കപ്പെട്ടത് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുകയോ എന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് കൊയേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വിഡോ, ആ വിഡോൻ്റെ റിലേറ്റീവ് അവരുടെ അടുത്ത് പറയുകയാണ് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്ത് തന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഡെഡ് ബോഡി അതുമായി സംസ്കാര ചടങ്ങിനോ മറ്റോ എടുക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീ അത് ഭയന്നിട്ട് അവർ വേണ്ട ഡോക്യുമെൻറ്റ്സിലെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫ്രീ കൺസെൻറ്റോട് കൂടിയിട്ടല്ല, അതുകൊണ്ട് തന്നെ അത് എൻഫോഴ്സിബിൾ ആയിരിക്കുകയില്ല. ദെൻ അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രെട്ടണിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടൊരു പ്രോപ്പർട്ടി മറ്റൊരാൾ പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാലും അത് കൊയേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഏജൻസി, ആ ഏജൻസിയിൽ ഒരു ഏജൻറ്റ് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും പ്രിൻസിപ്പൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. അയാൾ ഏജൻറ്റ് പറയുന്നത് ഏജൻറ്റിൻ്റെ പേരിലുള്ള എല്ലാ ലയബിലിറ്റീസും പ്രിൻസിപ്പൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്യാമെന്നാണ്. അപ്പോൾ നിവൃത്തിയില്ലാണ്ട് പ്രിൻസിപ്പൾ അയാളുടെ പേരിലുള്ള ഡെപ്സ് എല്ലാം റിലീസ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടൊരു ഡീഡ് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഡീഡ് എൻഫോഴ്സിബിൾ അല്ല. ബിക്കോസ് അവിടെ പ്രിൻസിപ്പളിൻ്റെ സമ്മതം കിട്ടിയത് കൊയേഷൻ മൂലമാണെന്നാണ് പറയുന്നത്. ദെൻ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ്. ഇപ്പോൾ ഈ ഫോർവിഡൻ ചെയ്യപ്പെട്ടൊരു ആക്ട് കമ്മിറ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ മാത്രം നമ്മളതിനെ കൊയേഷനായിട്ട് നമ്മൾ എടുക്കില്ല. മറിച്ച് ആ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അല്ലാതെ വേറെ എന്തിനെങ്കിലും ഉണ്ടാക്കിയ ഒരു ബലപ്രയോഗം നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന ആക്ടോ ത്രെട്ടണിങ്ങോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. ദെൻ കൊയേഷൻ ക്യാൻ ബി ഈദർ ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ ഈവൻ ബൈ എ സ്ട്രേഞ്ചർ. ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ചെയ്യലാവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് ചെയ്യലും ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സും വൈയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സിന് അതിൽ വലിയ താല്പര്യമില്ല.
അപ്പോൾ അന്നേരത്ത് സെഡ് എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി എക്സിനെ കാണുകയും എക്സിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളത് പിന്നെ വൈയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടോളണം, അല്ലാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് വെക്കുക. അപ്പോൾ എക്സ് ഭയന്നിട്ട് വൈയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. വൈ ആണെങ്കിൽ ഇങ്ങനെ ഒരു കൊയേഷൻ, ഇങ്ങനെ ഒരു ത്രട്ടണിങ് നടന്നുവെന്നും വൈ അറിഞ്ഞിട്ടുമില്ല. എങ്കിൽ പോലും എക്സിൻ്റെ സമ്മതം കൊയേഷൻ മൂലമായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. അവിടെ തേർഡ് പാർട്ടിയാണ് കൊയേഷൻ നടത്തിയത്, തേർഡ് പാർട്ടിയാണ് ഭീഷണിപ്പെടുത്തിയത്, എങ്കിൽ പോലും അത് കൊയേഷനായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ ദ പ്ലേസ് ഓഫ് കൊയേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ. കൊയേഷൻ എവിടെ വെച്ച് നടന്നു എന്നുള്ളത് വിഷയമല്ല. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ ആക്ട് പ്രകാരം ഉള്ള ഒരു ഇത് നടക്കുമ്പം ആ നടന്ന സ്ഥലത്ത് ആ പീനൽ കോഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് നിലവിൽ ഇല്ല എന്നുള്ളതോ ഒന്നും വിഷയമല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ട് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഇംഗ്ലീഷ് ഷിപ്പിൽ വെച്ചിട്ട് എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബി എൻ്റെ ആവശ്യപ്രകാരം ബി അത് സമ്മതിക്കുന്നില്ല എങ്കിൽ എ പറയുകയാണ് നിങ്ങളുടെ വീട് ഞാൻ അഗ്നിക്കിരയാക്കുന്നോ അങ്ങനെ മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ബി ഭയങ്കര മാനസിക സമ്മർദ്ദം കാരണം പിന്നെ ഈ ഒരു കോൺട്രാക്റ്റിന് സമ്മതിക്കുകയും കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ബി എയുടെ ഒക്കെ ഉണ്ടാക്കിയ ഒരു ഗ്രീവിയസ് ഹേർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 325 പ്രകാരം ഫോർബിഡൻ ചെയ്യപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത് കടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, അവിടെ പീനൽ കോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊന്നും വിഷയമല്ല. ഈ ഒരു ആക്ട് പ്രകാരം, ഈ ഒരു കോഡ് പ്രകാരമുള്ളൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൊയേഷനായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ ഈ ഒരു ഇതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കൊയേഷൻ മൂലം ഉണ്ടായ ഒരു കോൺട്രാക്റ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും നോക്കാം. അത് എന്തായിരിക്കും, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ വോയിഡബിൾ ആയിരിക്കും. അത് അഗ്രീവ്ഡ് പാർട്ടിയുടെ താല്പര്യപ്രകാരം പിന്നീട് വേണമെങ്കിൽ അത് വോയിഡാവുകയോ അല്ലെങ്കിൽ വാലിഡ് ആക്കുകയോ ചെയ്യാവുന്നതാണ്. അതായത് ആരാണോ അഗ്രീവ്ഡ് പാർട്ടി, ആരുടെ നേർക്കാണോ ഈ കൊയേഷൻ ഉണ്ടായത്, ആ വ്യക്തിക്ക് പിന്നീട് തോന്നുകയാണ് ഇത് കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഇത് വാലിഡ് കോൺട്രാക്റ്റ് ആയി മാറും. അല്ലാത്ത പക്ഷം അത് പിന്നെ വോയിഡ് കോൺട്രാക്റ്റായി മാറും. അതുകൊണ്ട് ഇത്തരം കോൺട്രാക്റ്റുകൾ വോയിഡബിൾ ആണെന്ന് നമുക്ക് പറയാം. ദെൻ undue influence, which is defined under section 16 subsection 1 of Indian Contract Act, which is defined as a contract is said to be induced by undue influence where the relations subsisting between the parties are such that one of the parties is in a position to dominate the will of the other and uses that position to obtain an unfair advantage over the other. ഒരു കോൺട്രാക്റ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലമാണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക, ആ കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയുടെ താല്പര്യത്തെ സ്വാധീനിക്കാനുള്ള ഒരു പൊസിഷൻ, ഒരു പവർ ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു ശേഷി, ആ ഒരു പവറുള്ള വ്യക്തി ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന രീതിയിൽ മറ്റേ വ്യക്തിയുടെ മേലത് പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ദെൻ പേഴ്സൺസ് ഇൻ ഡോമിനൻ്റ് പൊസിഷൻ, ഒരു വ്യക്തി ഡോമിനൻ്റ് പൊസിഷനിലാണെന്ന് പറയുന്നത് എപ്പോഴാണ് നോക്കാം. ഈ ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി ഓവർ ദി അതർ, മറ്റൊരാളുടെ മേലിൽ വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ടുള്ള രീതിയിലൊരു അതോറിറ്റി ഇയാൾ ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു സെർവൻറ്റും മാസ്റ്ററും അല്ലെങ്കിൽ പ്രിൻസിപ്പളും ടീച്ചറും നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഹി സ്റ്റാൻഡ്സ് ഇൻ എ ഫിഡ്യൂഷ്യറി റിലേഷൻ ടു ദി അതർ, മറ്റേയാളുമായിട്ട് ഭയങ്കര വിശ്വാസപരമായിട്ടുള്ളൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആത്മീയ ആചാര്യനും ശിഷ്യനും ഒക്കെ അല്ലെങ്കിൽ ഡോക്ടർ, പേഷ്യൻ്റ് ഒക്കെ ഇതിനകത്ത് വരും. He makes a contact with a person whose capacity is temporarily or permanently affected by reasons of age, illness or mental or bodily distress. ഏജ്, ഇൽനെസ് ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളാൽ ഒരു താൽക്കാലികമായിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഒക്കെ കപ്പാസിറ്റിയെ ബാധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ള വ്യക്തിയും ഡോമിനൻ്റ് പൊസിഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്താണെങ്കിലും ഇങ്ങനെയുള്ളൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന കോൺട്രാക്റ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി അഗ്രീവ്ഡ് പാർട്ടി എന്നാണ്. റിലേഷൻഷിപ്പ് വേർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് പ്രിസ്യൂംഡ്, നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന് കരുതുന്ന ഏതാനും ബന്ധങ്ങൾക്ക് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരൻ്റ് ആൻഡ് ചൈൽഡ്, ഗാർഡിയൻ ആൻഡ് വാർഡ്, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, അഡ്വക്കേറ്റ് ആൻഡ് ക്ലയൻറ്റ്, ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, ഗുരു ആൻഡ് ഡിസിപ്പിൾ, എക്സെട്ര. ദെൻ
നോ പ്രിസംഷൻ ഓഫ് ഡോമിനൻ്റ് പൊസിഷൻ. ബന്ധം ഉണ്ടെങ്കിൽ കൂടിയും ഒരു ഡോമിനൻ്റ് പൊസിഷൻ നമ്മൾ കരുതാത്ത സിറ്റുവേഷൻസ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ, ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ്, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഇവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഹിയർ ദ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഷാൾ ഹാവ് ടു ബി പ്രൂവ്ഡ്. Difference between coercion and undue influence. In coercion, the consent of aggrieved party is given under threat. നമ്മൾ കൊയേഷനിൽ കൺസെൻറ്റ് വാങ്ങിക്കുന്നത് അഗ്രീവ്ഡ് പാർട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അതേസമയം അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മിസ്യൂസിങ് ദ ഡോമിനൻ്റ് പൊസിഷൻ. ആ ഒരു ഡോമിനൻ്റ് പവർ മിസ്യൂസ് ചെയ്തിട്ടാണ് മറ്റേയാളുടെ അടുത്ത് നമ്മൾ സമ്മതം വാങ്ങിക്കുന്നത്. ദെൻ കൊയേഷൻ ഇൻവോൾവ്സ് യൂസ് ഓഫ് ഫിസിക്കൽ പ്രഷർ. ഫിസിക്കൽ പ്രഷറാണ് അവിടെയെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മെൻ്റൽ പ്രഷർ. ദെൻ കൊയേഷനിൽ ദ ത്രെറ്റ് മേ കം ഫ്രം എ തേർഡ് പാർട്ടി. കോൺട്രാക്റ്റിലെ പാർട്ടിയിൽ നിന്ന് തന്നെ കൊയേഷൻ ആവണമെന്നില്ല, പുറമേ ഉള്ളിടത്തുനിന്നും ആവാം. ബട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഇറ്റ് മസ്റ്റ് ബി എക്സസൈസ്ഡ് ബൈ ഓർ എഗെയിൻസ്റ്റ് എ പേഴ്സൺ ഹു ഈസ് എ പാർട്ടി ടു ദ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി തന്നെ ആയിരിക്കണം, കോൺട്രാക്റ്റിലെ പാർട്ടി തന്നെ ആയിരിക്കണം ചെയ്യുന്നത്, അതിലെ ഒരു പാർട്ടിയോട് തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. പുറമേ ഉള്ള ഒരാൾക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ കൊയേഷൻ ഇൻവോൾവ്സ് എ ക്രിമിനൽ ആക്ട്. നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഫോർബിഡൻ ചെയ്യപ്പെട്ടൊരു ആക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് കൊയേഷൻ എന്ന് പറയുക. അപ്പോൾ അതൊരു ക്രിമിനൽ ആക്ടാണ്. അതേസമയം അൺഡ്യൂ ഇൻഫ്ലുവൻസിനകത്ത് ദർ ഈസ് നോ ക്രിമിനൽ ആക്ട്. ദെൻ കൊയേഷനെ സംബന്ധിച്ചിടത്തോളം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടി ഈസ് നോട്ട് നെസസറി. അതിലെ പാർട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ദ സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടികൾക്കിടയിൽ ചില ബന്ധങ്ങൾ നിർബന്ധമാണ്. ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ് അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സാധ്യമാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. Then fraud, which is defined under section 17 of Contract Act, which defines fraud as fraud means and includes any of the following act. The first one is the suggestion as to a fact of that which is not true by one who does not believe it to be true. ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം, ശരിയല്ലാത്തൊരു കാര്യം, അത് പറയുന്ന ആളും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല. അയാളത് തെറ്റാണെന്ന് അയാൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അത് അയാൾ ശരിയെന്ന രീതിയിൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. ദ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്റ്റ് ബൈ വൺ ഹാവിങ് നോളജ് ഓർ ബിലീഫ് ഓഫ് ദാറ്റ് ഫാക്റ്റ്. ഒരു വസ്തുതയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ഒരാൾ കരുതി കൂട്ടിയത് കൺസീൽ ചെയ്ത് വെക്കുന്നത്, മറച്ചു വെക്കുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. എ പ്രോമിസ് മെയ്ഡ് വിതൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. നടപ്പിൽ വരുത്തണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ഒരു പ്രോമിസ് മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ. എനി അതർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്. നമുക്ക് കബളിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും. എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദ ലോ സ്പെഷ്യലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡ്ലൻറ്റ്. നിയമം വ്യക്തമായിട്ട് ഫ്രോഡ്ലൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു ആക്ടും ഏതൊരു ഒമിഷനും ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം ഫ്രോഡായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുക എന്നാണ് പറയുന്നത്. ദെൻ എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്. ആ ഫ്രോഡിൻ്റെ ഡെഫിനിഷന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രോഡ്ലൻറ്റ് ആക്ട് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട്. ഈ ഫ്രോഡ്ലൻ്റ് ആക്ടിവിറ്റി ആര് ചെയ്യുന്നതായിരിക്കണം? ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അയാളുടെ കൺവീനൻസോട് കൂടി, അയാളുടെ മൗനാനുവാദത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റോ ഒക്കെ ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ ഒരു സ്ട്രേഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രോഡ്ലൻ്റ് ആക്ട് അല്ല. ഇപ്പോൾ കൊയേഷൻ്റെ കേസിൽ നമുക്കൊരു തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ചെയ്യാം. തേർഡ് പാർട്ടി ചെയ്യുന്നത് കൊയേഷനായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടി ചെയ്തെങ്കിൽ മാത്രമേ അത് ഫ്രോഡ്ലൻ്റ് ആക്ടായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. Then the second one is there must be a representation or suggestion or assertion of a fact which must be false. തീർത്തും തെറ്റായിട്ടുള്ള കാര്യത്തെ ശരിയെന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, ഉറപ്പിച്ച് പറയുക. അസേർഷൻ, ഉറപ്പിച്ച് പറയൽ ഒരു ഫ്രോഡായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് അയാളുടെ കാറ് വൈക്ക് സെല്ല് ചെയ്യുന്ന സമയത്ത് വൈയോട് പറയുകയാണ് ഈ കാറ് ഏറ്റവും പുതിയ മോഡലാണ്, അത് ഒട്ടും ഓടിക്കാത്ത കാറാണ്, ന്യൂ കാറാണ് എന്നൊക്കെ പറയാണ്. ആക്ച്വലി ആ കാറ് യൂസ്ഡാണ്, ഓൾഡ് മോഡൽ കാറൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നത് എന്താണ്? ഫ്രോഡാണെന്നാണ് പറയുന്നത്. ദെൻ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്?
പറയുന്ന സമയത്ത് ആ ഒരു കാര്യം ശരിയായിരിക്കും. കോൺട്രാക്റ്റ് ഒരു സമയം എടുത്തിട്ടാണ് കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യുന്നത് വെക്കുക. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന സമയമാകുമ്പോഴേക്ക് അത് അൺട്രൂ ആയി മാറിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് ഇത് തെറ്റായി മാറിയ സമയം തൊട്ട് പിന്നെ ഈ കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന ആൾ എന്ത് ചെയ്തിരിക്കണം, മറ്റേ ആളത് അറിയിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം അത് ഫ്രോഡായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. Then the third one is there must be active or willful concealment of a fact. ഇപ്പം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ മറ്റേ ആളിലേക്ക് എത്തുന്നത് തടയുന്ന രീതിയിൽ കരുതി കൂട്ടി എന്തെങ്കിലും ഒരു മറച്ചു വെക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഫ്രോഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂട്ടർ ഡീലറാണ്. അയാൾ എന്നിന് സ്കൂട്ടർ കാണിച്ചു കൊടുക്കുകയാണ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്നേരത്ത് ആ സ്കൂട്ടറിൻ്റെ ഹാൻഡിൽ പിന്നെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അയാൾ അറിയാത്ത രീതിയിൽ അയാളത് മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരത്തത് എന്നെ അറിയുന്നില്ല, എന്നെ വാങ്ങിക്കാമെന്നുള്ളൊരു കരാറിൽ ഏർപ്പെട്ടു. പിന്നീട് എന്നത് ഡിറ്റക്റ്റ് ചെയ്യുകയും എന്നെ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു ആക്ഷനാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ആ ഒരു കോൺട്രാക്റ്റ് അതിൽ ഫ്രോഡ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്റ്റ് വോയിഡായിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ്. ദെൻ ദ പ്രോമിസ് മെയ്ഡ് വിതൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. പെർഫോം ചെയ്യണമെന്നൊരു ഉദ്ദേശമില്ലാതൊരു പ്രോമിസിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. An act or representation etc. must be done or made with an intention to deceive the other party. മറ്റേ പാർട്ടിയെ കബളിപ്പിക്കണം, ഡിസീവ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ പറയുന്ന ഒന്നായിരിക്കണം. അങ്ങനെ നടത്തിയൊരു സജഷനോ റെപ്രസെൻറ്റേഷനോ ഒരു അസേഷനോ ഉറപ്പിച്ച് പറയലൊക്കെ ആയിരിക്കണം. അല്ലാതെ അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഇല്ലാതെ ചെയ്തൊരു കാര്യത്തെ നമുക്ക് ഫ്രോഡെന്ന് പറയാൻ പറ്റില്ല. Then if an act or omission has specially been declared by law to be fraudulent, it amounts to fraud. ഇപ്പോൾ ചില പ്രവൃത്തികളൊക്കെ ഫ്രോഡുലൻ്റ് ആണെന്ന് ചില ആക്റ്റുകളിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ചില ആക്റ്റുകളൊക്കെ പറയുന്നുണ്ട്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്തിരിക്കണം, അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പറഞ്ഞിട്ടുണ്ട്, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സെല്ലർ അതിന്മേൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതുപോലെ സെല്ലറുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എല്ലാം ബയ്യറോട് തുറന്ന് പറഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ ചെയ്യാത്ത പക്ഷം അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ദ റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് റിലേറ്റഡ് ടു എ ഫാക്റ്റ്. ഈ റെപ്രസെൻറ്റേഷനും കാര്യമൊക്കെ ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം. അല്ലാതെ മിയർ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ, ഇമാജിനേഷൻ, ഗസ് വർക്ക്, ഹിയർസേ ഓർ ഓഫ് ഇൻറ്റൻഷൻ ഓർ സം പഫിങ് എക്സ്പ്രഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഫ്രോഡ്. അല്ലാതെ വെറുതെ അവിടെയും ഇവിടെയും പറയുന്ന ഹിയർസേസ് പിന്നെ ഗസ് വർക്കുകൾ, ഊഹാപോഹം, അതൊന്നും എന്തല്ല ഫ്രോഡായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ the other party must have been deceived. നമ്മൾ മറ്റേ പാർട്ടി കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അപ്പോഴേ നമുക്കവിടെ ഫ്രോഡ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ദ റൂൾ ഈസ് ദാറ്റ് എ മിയർ അറ്റംപ്റ്റ് ടു ഡിസീവ് ഈസ് നോട്ട് ഫ്രോഡ് അൺലെസ് ദ അതർ പാർട്ടി ഈസ് ആക്ച്വലി ഡിസീവ്ഡ്. മറ്റേ പാർട്ടി ശരിക്കും കബളിപ്പിക്കപ്പെട്ടിട്ടില്ല, ജസ്റ്റ് കബളിപ്പിക്കാനുള്ളൊരു ശ്രമം അവിടെ നടന്നിട്ടുള്ളൂ എങ്കിൽ അത് ഫ്രോഡല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എച്ചിൻ്റെ അടുത്തുനിന്ന് ഒരു പിസ്റ്റൾ വാങ്ങിച്ചു. അപ്പം ആ പിസ്റ്റൾ കൊടുക്കുന്ന സമയത്ത് ആ പിസ്റ്റളിൽ ഒരു ഹോളുണ്ടായിരുന്നു, അത് അയാൾ മെറ്റൽ വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പരിശോധിക്കുകയൊന്നും ചെയ്യാതെ അത് വാങ്ങിച്ചു, ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അന്നേരത്ത് അത് പൊട്ടി കഷ്ണങ്ങളായി. എന്നിട്ട് എന്ത് ചെയ്തു, എന്നെ ഫ്രോഡ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് പേ ചെയ്യാൻ വിസമ്മതിച്ചു. പക്ഷെ പറ്റില്ല, അവിടെ പേ ചെയ്യേണ്ടതുണ്ട്. കാരണം അത് വ്യക്തമായിട്ട് എക്സാമിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ടിയെ ഡിസീവ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അയാൾ ഡിസീവ് ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ, ഇയാളത് പരിശോധിക്കാത്തതുകൊണ്ട് മാത്രമാണ് അതിൽ പെട്ടുപോയത് എന്നുള്ളതാണ്. ദെൻ ദ പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഹാവ് സഫേർഡ് സം ലോസ്. It is a common rule of law that there is no fraud without damage. ഡാമേജ് ഒന്നും ചതിച്ചു ഫ്രോഡ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തോളൂ, ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഫ്രോഡ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇഫക്ട്സ് ഓഫ് ഫ്രോഡ്. ഒരു ഫ്രോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് യൂഷ്വലി കിട്ടുന്ന റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻജുവേർഡ് പാർട്ടി ക്യാൻ റിസൈൻ ദ കോൺട്രാക്റ്റ്.
എന്ത് ചെയ്യാൻ പറ്റും? ഇഞ്ചേർഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാൻ സാധിക്കും. ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സ്യൂ ഫോർ ഡാമേജസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നികത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാം. ഹി ക്യാൻ ഇൻസിസ്റ്റ് ഓൺ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിന്മേൽ എന്തെങ്കിലും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യിച്ചെടുക്കാവുന്നതാണ്. ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹി ഷാൾ ബി പുട്ട് ഇൻ ദ പൊസിഷൻ ഇൻ വിച്ച് ഹി വുഡ് ഹാവ് ബീൻ ഇഫ് ദ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ഹാഡ് ബീൻ ട്രൂ. ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ശരിയായിരുന്നുവെങ്കിൽ ഈ പാർട്ടി കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടി ഉണ്ടാവേണ്ടിയിരുന്നൊരു പൊസിഷൻ ഏതാണോ ആ ഒരു പൊസിഷനിലേക്ക് അയാൾ എത്തുന്നത് വരേക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മറ്റേ പാർട്ടിയെ കൊണ്ട് ചെയ്യിക്കാവുന്നതെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഫ്രോഡ്ലൻ്റ്ലി ബിയെ ഇൻഫോം ചെയ്യാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എസ്റ്റേറ്റ് എല്ലാ ബാധ്യതകളിൽ നിന്നും ഫ്രീ ആയിട്ടുള്ളൊരു എസ്റ്റേറ്റാണെന്ന്. ബി അത് കേട്ട് ബി ആ എസ്റ്റേറ്റ് വാങ്ങിച്ചു. പിന്നീടാണ് അറിയുന്നത് ആ ഒരു എസ്റ്റേറ്റ് മോർട്ട്ഗേജിന് വിധേയമാണെന്ന്, അതായത് അതിൻ്റെ മുകളിൽ ലോണും മറ്റും എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ബിക്ക് ഒന്നെങ്കിൽ ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഡെപ്റ്റ് റിഡീം ചെയ്യുന്നതിന്, തിരിച്ചടക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിന് മറ്റേയാളെ ഇൻസിസ്റ്റ് ചെയ്യാം. എനിവേ, താങ്ക് യു ഓൾ. We will meet again in our next video with the remaining 2 terms, misrepresentation and mistake.